നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഏകദേശം 2014 NDA ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിലെത്തിയ അന്നു മുതൽ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ NDA ഗവൺമെന്റ് ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഓരോ പദ്ധതികളും നമുക്ക് എണ്ണി പറയാൻ സാധിക്കും. ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുകയാണ്, സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടുകളോളം കേരളത്തിലെയോ ഭാരതത്തിലെയോ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തത്? എന്ത് പദ്ധതിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? 2014 ആദ്യമായിട്ട് നമ്മൾ അധികാരത്തിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ശ്രീമാൻ നരേന്ദ്രമോദിജി അദ്ദേഹം ട്രെയിനിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാഴ്ചകൾ കാണുകയുണ്ടായി. അതായത് ഏകദേശം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന സ്ത്രീജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കണ്ടിട്ടാണ് അദ്ദേഹം ഭാരതത്തിലുടനീളം പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ കൊണ്ടുവരുന്നത്. ആ അഭിയാനെ ഇവരെല്ലാവരും ചേർന്ന് കളിയാക്കുന്ന സാഹചര്യം നമ്മളെല്ലാം ഭാരതത്തിലുടനീളം കണ്ടതാണ്. നമുക്കറിയാം, ഒരു പെൺകുട്ടി ഗർഭിണിയായതിനു ശേഷം അവൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ച് ആ പെൺകുഞ്ഞ് വളർന്നു വന്ന് അവളുടെ വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെയും ഓരോ കാലഘട്ടത്തിലും അവൾക്ക് ഉപകാരപ്രദമാകുന്ന അനേകായിരങ്ങളായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം കൊണ്ട് NDA ഗവൺമെന്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. നമുക്കറിയാം, സുകന്യ സമൃദ്ധി യോജന, മാതൃവന്ദൻ യോജന, ഈ പദ്ധതികളൊക്കെ ഭാരതത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്കണം. ഇതൊരു വലിയ പ്രോസസ്സായിരുന്നു. ഭാരതത്തിൽ എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെട്ടിരുന്ന, നമുക്കറിയാം, എല്ലാ വിഭാഗങ്ങളിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും പലയിടങ്ങളിലും സ്ത്രീകൾ പല സാഹചര്യങ്ങളും അടിച്ചമർത്തലുകൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോഴൊക്കെയും സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇക്വാലിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നും ഇവിടെ പലരും തങ്ങളെ തന്നെ എടുത്തു പറയുകയും കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൃത്യമായ പദ്ധതികൾ കൊണ്ടുവരികയും അതിനുവേണ്ടി കഴിഞ്ഞ കാലം അത്രയും പ്രവർത്തിക്കുകയും ചെയ്ത പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ 33% സംവരണം കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളാണ് ആദ്യമായി വനിതാ ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ പറയാൻ കോൺഗ്രസിന് സാധിക്കും. ഞാൻ അവരോട് ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, കഴിഞ്ഞ 60 വർഷക്കാലം നിങ്ങൾ യുടെ പേരിലേക്ക് LPG കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ മാറ്റുക എന്ന് പറയുന്ന വിപ്ലവകരമായ തീരുമാനവും നമ്മൾ തന്നെ എടുത്തത്. നമ്മുടെ പെൺകുട്ടികൾ ജനിച്ചു വളർന്ന് ഋതുമതികളാവുന്ന സമയത്ത് അവർക്ക് ഏറ്റവും അധികം പൈസ ചെലവാക്കേണ്ടി വരുന്നത് നാപ്കിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി 1 റുപ്പി നാപ്കിൻ എന്ന് പറയുന്ന പദ്ധതി ജൻ ഔഷധികൾ വഴി വിതരണം ചെയ്തതും അതും നമ്മുടെ ഈ സംഘടനയാണ്. അങ്ങനെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ അനേകങ്ങളായിട്ടുള്ള പദ്ധതി ഉണ്ട്. നമുക്കറിയാം, സുകന്യ സമൃദ്ധി യോജന, ബേട്ടി പഠാവോ ബേട്ടി ബചാവോ, ഈ പദ്ധതികൾക്കെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട്, ഈ പദ്ധതികൾക്കെല്ലാം വിരുദ്ധമായിട്ട് കഴിഞ്ഞ കാലം അത്രയും ഇവിടെ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാനും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇതിനെല്ലാം വിരുദ്ധമായിട്ട് പ്രചരണം നടത്താനും അല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി കഴിഞ്ഞ കാലം അത്രയും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? എന്നിട്ട് ഇപ്പൊ 33% സംവരണം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങളെ അവരെ ലീഡർഷിപ്പിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നോക്കുന്ന സമയത്ത് പല കാരണങ്ങൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ തടയിടാൻ നോക്കുകയാണ്. നമുക്കറിയാം, ഇവരിപ്പോ കുറെ കാലങ്ങളായിട്ട് ഭാരതത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് 33% സംവരണം നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ, പക്ഷെ അത് നിലവിലുള്ള സീറ്റിൽ തന്നെ വേണമെന്നാ പറയുന്നത്. അതെങ്ങനെയാ നിലവിലുള്ള സീറ്റിലേക്ക് തന്നെ നമുക്ക് 33% സംവരണം കൊണ്ടുവരാൻ സാധിക്കുന്നത്? നിങ്ങൾക്കറിയോ, 1950 കാലഘട്ടങ്ങളില് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് 55 കോടി ജനങ്ങളാണ്. ആ 55 കോടി ജനങ്ങളുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന 543 ലോകസഭാ സീറ്റുകൾ ഭാരതത്തിലെ നിലവിൽ വന്നത്. ഇന്ന് ഭാരതത്തിന്റെ ജനസംഖ്യ എന്താ? 145 കോടി ജനസംഖ്യയുണ്ട് ഭാരതത്തിന്. 145 കോടി ജനസംഖ്യ എന്ന് പറയുമ്പോൾ ഈ 543 ലോകസഭാ സീറ്റുകളിൽ നിന്നും ജയിച്ചു വന്ന ഓരോ എംപിമാരും, അതായത് ഒരാൾ ഏകദേശം 27 ലക്ഷത്തിലധികം ആളുകളെ ലീഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയാണ്.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു മനസ്സിലാക്കാനും അവരിലേക്ക് അടിത്തട്ടിൽ ഇറങ്ങിച്ചെല്ലാനും ഓരോ പൗരന്റെയും പ്രശ്നങ്ങളെ മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും ജനപ്രതിനിധികൾക്ക് സാധിക്കാതെ പോകുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്ക് ഭാരതം നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഡീലിമിറ്റേഷൻ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടത്. നമ്മുടെ ആർട്ടിക്കിൾ 82 പ്രകാരം സെൻസസ് എടുത്തതിന് ശേഷം സെൻസസിന്റെ അടിസ്ഥാനത്തില് ഭാരതത്തിലെ ലോക്സഭാ സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ റീഅറേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമമാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് CPM-ന്റെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് പ്രചരിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ വളരെ മോശമായിട്ട് ഡീലിമിറ്റേഷനെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷനെയും പറ്റിയിട്ട് പറയുകയുണ്ടായി. ഞാൻ കേട്ടത് അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: UP-യിലൊക്കെ ഇത്രയും അധികം പോപ്പുലേഷൻ ആണെങ്കിൽ അവർക്ക് കോണ്ടം വാങ്ങിച്ചു കൊടുക്കണം എന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മലപ്പുറത്തെ പോപ്പുലേഷൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതിന് നമ്മളാരും കുറ്റം പറയുന്നില്ലല്ലോ. അവിടെ UP-യിലുള്ള ആളുകളും ജനങ്ങളല്ലേ. അപ്പൊ മലപ്പുറത്തെ പോപ്പുലേഷൻ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കോ? ഞങ്ങളത് പറയില്ല എന്നുള്ളത് ഞങ്ങളുടെ മര്യാദ, നിങ്ങളത് പറയും എന്നുള്ളത് നിങ്ങളുടെ മര്യാദകേട്. അപ്പൊ UP-യിലെ ജനങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ അവരും ഭാരതത്തിലെ ജനങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലം അത്രയും നോർത്ത് ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലും ജനങ്ങളെ പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിഘടിപ്പിച്ച് ഭരിക്കാൻ ഇവർ കുറെ നാളായിട്ട് ശ്രമിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്നിരുന്ന അതേ പദ്ധതിയാണ് ഇവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഡിവൈഡ് ആൻഡ് റൂള്. നമ്മുടെ ഭാരതത്തിലെ ഭാരതമാതാവിന്റെ മക്കളായിട്ടുള്ള ഈ പറയുന്ന വടക്കേ ഇന്ത്യക്കാരെയും അതുപോലെ സൗത്ത് ഇന്ത്യക്കാരെയും ഒക്കെ പലതരത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞു വർണ്ണത്തിന്റെയും വർഗത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് നിർത്തിയിട്ട് ഭരിക്കാനാണ് ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അവര് സൗത്ത് ഇന്ത്യക്കാരാണ്, നമ്മൾ നോർത്ത് ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ അവര് നോർത്ത് ഇന്ത്യക്കാരാണ്, നമ്മൾ സൗത്ത് ഇന്ത്യക്കാരാണ് എന്ന തരത്തിലുള്ള ഒരു വിവേചന ബുദ്ധി അല്ലെങ്കിൽ രണ്ടിനെയും വേർതിരിച്ച് കാണാനുള്ള ബുദ്ധി ഇന്ന് നമ്മുടെ കേരളത്തിലെ പല ആളുകൾക്കും വരുന്നത്? ഇത്തരത്തിലുള്ള ഒരു വിഷകരമായിട്ടുള്ള ചിന്ത നമ്മുടെ ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുത്താണ്. അവരും ഭാരതമാതാവിന്റെ മക്കളാണ്, നമ്മളും ഭാരതമാതാവിന്റെ മക്കളാണ്. അവർക്ക് അവിടെ പോപ്പുലേഷൻ കൂടുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ബോധേടാവേണ്ട കാര്യമല്ല. നമുക്കറിയാം, ഈ ഡീലിമിറ്റേഷൻ വന്ന സമയത്ത് കൃത്യമായിട്ട് NDA ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ ഈ 33% സംവരണം കൊണ്ടുവരുന്നത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും, കേരളം അടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും 50% സീറ്റ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കാം. അതിനുശേഷം പിന്നീട് സെൻസസ് എടുക്കുമ്പോൾ ഡിലിമിറ്റേഷനോ അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റോ ഒന്നും വരില്ല. 50% സീറ്റ് എല്ലാവർക്കും ആവശ്യമുള്ളതുപോലെ അതാത് സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരവർക്ക് അവകാശപ്പെടുന്ന രീതിയിൽ 50% ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരാമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ എത്ര സീറ്റ് ഉണ്ട്? 20 സീറ്റ് ഉണ്ട്. ആ 20 സീറ്റ് എന്ന് പറയുന്നത് 30 സീറ്റായിട്ട് വർദ്ധിച്ചേനെ അത് സമ്മതിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബില്ല് പാസ്സാക്കാൻ സമ്മതിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിന് 30 സീറ്റ് ആയിട്ട് അത് വർദ്ധിച്ചേനെ. അതിനെ കൂടിയാണ് ഇവർ തടങ്ങലിട്ടത്. എന്നിട്ട് പറയാണ് ഞങ്ങൾ NDA ഗവൺമെന്റിനെ അങ്ങോട്ട് തോപ്പിച്ചു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവർ ആഘോഷിക്കുക, ഞങ്ങൾ നരേന്ദ്രമോദിയെ തോപ്പിച്ചു, നരേന്ദ്രമോദിയുടെ കാവ്യവൽക്കരണത്തെ തോൽപ്പിച്ചു. നരേന്ദ്രമോദിക്ക് ഭാരതത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡീലിമിറ്റേഷന്റെയും ഈ 33% സംവരണം വേണ്ട എന്നീ മണ്ടന്മാര് ഏത് കാലത്താ മനസ്സിലാക്കാം? കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം 3 ടേമായിട്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ ജയിച്ചു കയറുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഡ്രസ് ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കാണുന്നുണ്ടാ. ഏകദേശം 6 പതിറ്റാണ്ട് കാലത്തോളം ഈ ഭാരതം അടക്കി ഭരിച്ചിരുന്ന കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ ഭാരതത്തിൽ ഒരു വടവൃക്ഷം പോലെ വളർന്ന് ഈ ഭാരതത്തെ മുഴുവൻ ഭരിക്കാനായിട്ട് ഞങ്ങൾ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നിട്ടോ 33% സംവരണം കൊണ്ടുവന്നിട്ടോ നിങ്ങളെ പോലെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടിട്ടോ അല്ല. ആളുകളുടെ പ്രശ്നത്തിൽ ഇടപെടണം, ആളുകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും നോർത്ത് ഇന്ത്യയിലെ പ്രശ്നങ്ങളല്ല കേരളത്തിലെ പ്രശ്നങ്ങൾ, കേരളത്തിലെ പ്രശ്നങ്ങളല്ല നോർത്ത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും വിവിധ തരത്തിലുള്ള റീജിയൻസ് എന്നുള്ള നിലയിൽ പലയിടങ്ങളിലും സംഭവിക്കുന്ന പ്രശ്നങ്ങളും അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും വ്യത്യസ്തമാണ്.
നമുക്കറിയാം ഏകദേശം 1950 കാലഘട്ടങ്ങളില് കേരളത്തില് ഏകദേശം 50%-ലധികം ഈ പറയുന്ന പോലെ ലിറ്ററസി ഉണ്ടായിരുന്നു. ആ ലിറ്ററസിയാണ് ഇപ്പൊ 95% എന്ന രീതിയിൽ വർദ്ധിച്ചേക്കുന്നത്. എന്നാൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് 10% ഒക്കെ ഉണ്ടായിരുന്ന ലിറ്ററസിയാണ് ഇന്ന് കയറി 80%-ലേക്ക് എത്തിയത്. ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന സാഹചര്യത്തിൽ ആ ഗവൺമെന്റ് ആ നാടിനെ എവിടെ എത്തിച്ചു എന്നതിനുപരി എവിടെ നിന്ന് എവിടേക്ക് എത്തിച്ചു എന്നല്ലേ നമ്മൾ നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ വളരെ താഴെത്തട്ടിൽ കിടന്നിരുന്ന പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് ആക്കിയത്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളുടെയും സാമൂഹിക സാഹചര്യങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഒരു നുഖത്തിൽ കെട്ടി നമുക്ക് അതിനെ ഭരിക്കാൻ സാധിക്കോ? നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന രീതിയിലല്ലേ ഭാരതം ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ പോപ്പുലേഷൻ കൂടി വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തോ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഇവർ പറയുന്നത്. അത് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നതും 33% സംവരണം കൊണ്ടുവരുന്നതും ഒക്കെ നരേന്ദ്രമോദി ഗവൺമെന്റിന് എതിരില്ലാത്ത തരത്തിൽ ഭാരതത്തിൽ ഭരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കുതന്ത്രാണെന്നൊക്കെ ഇവര് പറയണേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് വേണോ നരേന്ദ്രമോദി ഗവൺമെന്റിന് ഭാരതത്തിൽ ഭരിക്കാൻ? അങ്ങനെയാണോ നമ്മൾ ഇത്രയും നാളും ഭാരതം ഭരിച്ചിട്ടുള്ളത്? അപ്പൊ ഇത്തരത്തിലുള്ള ദുരുദ്ദേശമൊന്നും ഞങ്ങൾക്കോ ഞങ്ങളുടെ പ്രധാനമന്ത്രിക്കോ ഞങ്ങളുടെ ഗവൺമെന്റിനോ ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെ ഞാൻ പറയാണ്. കാരണം കഴിഞ്ഞ കാലം അത്രയും ഈ ഭാരതത്തിലെ ഓരോ അമ്മമാരെയും നമ്മുടെ പ്രധാനമന്ത്രി സ്വന്തം അമ്മമാരെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വയം മനസ്സിലാക്കി അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പെൺമക്കൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ഏകദേശം 12 ആഴ്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ നാട്ടിൽ മെറ്റേണിറ്റി ലീവ് എന്ന് പറയുന്നത്. ആ 12 ആഴ്ച 26 ആഴ്ചയിലേക്ക് വർദ്ധിപ്പിച്ചത് ഈ പറയുന്ന ഗവൺമെന്റാ. നമ്മുടെ അമ്മമാര് ഒരു പെൺകുട്ടിയാണ് ആദ്യമായിട്ട് പ്രസവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും കൊടുക്കുക കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ. അതുപോലുള്ള ഒരുപാട് പദ്ധതികള് ഈ പറയുന്ന കോൺഗ്രസ് കഴിഞ്ഞ് ഇത്രയും വർഷം ഭാരതത്തിൽ ഭരിച്ചിട്ട് കൊണ്ടുവരാത്ത ഒരുപാട് പദ്ധതികൾ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇന്ന് ലോക രാജ്യങ്ങളിലെല്ലാം പൈലറ്റുകളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം വനിതകളായിട്ടുള്ള പൈലറ്റുകള് ഉയർന്നു വരുന്നത് ഈ ഭാരതത്തിൽ നിന്നാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഡിഫൻസ് ഫോഴ്സുകളിൽ സ്ത്രീകൾക്ക് പെർമനന്റ് ആവാൻ പറ്റില്ലായിരുന്നു. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് 3 വനിതകളെ മുൻനിർത്തി നമ്മൾ പ്രതികാരം ചെയ്തത്. ആ 3 വനിതകളെ മുൻനിർത്തി നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഈ നാട്ടിലെ നാരി ശക്തി തന്നെയാണ്. ആ നാരി ശക്തി അപ്ലിഫ്റ്റ് ചെയ്യാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നുള്ള വലിയൊരു പ്രഖ്യാപനമാണ് ഞങ്ങൾ അതിലൂടെ നടത്തിയത് കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലം കൊണ്ട്. അപ്പം ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വനിതാ പ്രതിനിധിയോട് മുഖ്യമന്ത്രി ആകുന്നതിനെ പറ്റി ചോദിച്ചപ്പം അവർ വഴുതി കളിക്കാം. ഈ നമ്മൾ മീനിനെ പിടിക്കുമ്പോൾ മീൻ വഴുതില്ലേ, ആ മീൻ വഴുതുന്നത് പോലെ വഴുതി കളിക്കാം. അതായത് അവർക്ക് സ്വയം തന്നെ പറയാനായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ല. ഞങ്ങളുടെ കൂടത്തിൽ നിന്ന് ഒരു വനിതാ മുഖ്യമന്ത്രി വരും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വനിതാ മുഖ്യമന്ത്രി ആകാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം അവരുടെ സംഘടന അവർക്ക് കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ കാലം അത്രയും കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള പൊതുസമ്മേളനങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ആ പൊതുസമ്മേളനങ്ങളിലൊന്നും വനിതകൾ മുൻനിരയിൽ ഇരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഏത് പൊതുസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഏത് പൊതുസമ്മേളനത്തിലെങ്കിലും നിങ്ങൾക്ക് ഒരു വലിയൊരു വനിതാ നേതാവിനെ മുൻനിരയിൽ കാണാൻ സാധിക്കും? എന്തുകൊണ്ടാണ് വനിതകളെ ഇവർ അപ്ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാത്തെ? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വനിതകളെ അപ്ലിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാത്തെ? അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെറ്റിനെ ആ സംഘടനയ്ക്കകത്തുള്ള വനിത തിരിച്ചു നിന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൗരിയമ്മയുടെ അവസ്ഥ വരും. ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഗവൺമെന്റ് ഒരു കൗരവ സഭയാണെന്ന്. ഞാൻ പറഞ്ഞല്ല, ഗൗരിയമ്മ പറഞ്ഞതാ. അപ്പൊ അങ്ങനെ പറയേണ്ട ഒരവസ്ഥ അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള വനിതകളായിട്ടുള്ള നേതാക്കൾക്ക് വരുന്ന ഒരു സന്ദർഭമാണ് കേരളം കഴിഞ്ഞ കാലം അത്രയും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പാർട്ടിയുടെ അവസ്ഥ എന്താ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത്രയും വനിതാ പ്രവർത്തകരിരിപ്പുണ്ട്. നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുവരാനല്ലേ നിങ്ങളുടെ കൂടെയുള്ള ഓരോ പുരുഷന്മാരായിട്ടുള്ള പ്രവർത്തകരെ ശ്രമിച്ചിട്ടുള്ളൂ, നമ്മുടെ പാർട്ടി ശ്രമിച്ചിട്ടുള്ളൂ, മഹിളാ മോർച്ച ശ്രമിച്ചിട്ടുള്ളൂ. ഓരോ കാലഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ പദ്ധതികളും അവർക്ക് വേണ്ട ഓരോ ആനുകൂല്യങ്ങളെയും സ്വയം മനസ്സിലാക്കി മുകളിൽ അതിനെപ്പറ്റി അവതരിപ്പിച്ച് ആ ആനുകൂല്യങ്ങളെയും ആ പദ്ധതികളെയും എല്ലാം അവരിലേക്ക് എത്തിക്കാനല്ലേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധിക്കുമെന്ന അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരുപാട് വനിതാ പ്രവർത്തകരെ നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട്. അന്ന് ആ കോൺക്ലേവിൽ ഇരുന്ന ശോഭ ചേച്ചിക്ക് അത് പറയാൻ സാധിച്ചു. ശോഭ ചേച്ചിക്ക് അത് പറയാൻ സാധിച്ചത് എന്തുകൊണ്ടാ?
കഴിഞ്ഞ കാലം അത്രയും ഈ സംഘടന ശോഭന ചേച്ചിക്ക് നൽകിയിട്ടുള്ള ആ പിന്തുണ കൊണ്ടാ ഈ സംഘടനയ്ക്കകത്തുള്ള വനിതകൾക്ക് മുന്നോട്ട് വരാനും അവർക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനും പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കുവാനും ഒക്കെ ഈ പാർട്ടി അത്രമേൽ സപ്പോർട്ടും അത്രമേൽ പിന്തുണയും ഒക്കെ നൽകി ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സംഘടനയിലെ വനിതകൾക്ക് അത് പറയാൻ സാധിക്കുന്നതും അവരുടെ സംഘടനയിലെ വനിതകൾക്ക് അത് പറയാൻ സാധിക്കാത്തതും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനി 33% സംവരണം ഞങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയിൽ അത് പിരിച്ചുവിടുവാന്ന് പറഞ്ഞ നാളത്തോടുകൂടി. അപ്പൊ അങ്ങനെയുള്ള പല പാർട്ടികളിൽ നിന്നും ഉള്ള വനിതകൾക്ക് ഈ 33% സംവരണം എന്ന് പറയുന്ന ആ ആനുകൂല്യം സ്വീകരിച്ച് ജനപ്രതിനിധികളായിട്ട് നിന്ന് മത്സരിക്കാനും ജയിക്കാനും ലോകസഭയിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ ചെന്ന് അഭിമാനത്തോടുകൂടി നട്ടെല്ല് നിവർത്തി നിൽക്കാനും അവസരം ഉണ്ടാവുകയാണ് എങ്കിൽ ആ അവസരം ഒരുക്കി കൊടുത്തത് NDA ഗവൺമെന്റ് ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് എല്ലാ കാലത്തും ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും. നമുക്കറിയാം കഴിഞ്ഞ കാലം അത്രയും സ്ത്രീകളോട് ഇവർ ചെയ്തിട്ടുള്ള ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും അവരെ മുൻനിർത്തിക്കൊണ്ട് ഇവർ കാണിച്ചിട്ടുള്ള ഓരോ കുതന്ത്രങ്ങളും നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്ത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട അമ്മമാര് അവര് വളരെ ഭക്തിയോടുകൂടി അവരുടെ വീട്ടിലെ പുരുഷന്മാർക്ക് കെട്ടുനിറയ്ക്കുന്ന സമയത്ത് അനുഗ്രഹം കൊടുത്ത് അവരെ ശബരിമലയ്ക്ക് പറഞ്ഞു വിടുന്ന അമ്മമാരാ, എല്ലാ ദിവസവും വൈകിട്ട് വിളക്ക് കത്തിക്കുന്ന അമ്മമാരാ. ആ അമ്മമാരെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ആ അമ്മമാരിൽ പല ആളുകളും ഈ പറയുന്ന തൊഴിലുറപ്പിന് പോകുന്ന ആളുകളാണ്. ഇനി പോലും തൊഴിലുറപ്പിന് വരാൻ പറ്റില്ല, വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല, ജോലി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഈ നാട്ടിലെ സാധാരണക്കാരുള്ള വിശ്വാസികളായിട്ടുള്ള സ്ത്രീജനങ്ങളെ അവരെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ വനിതാ മതിൽ പണിത ആളുകൾക്ക് സ്ത്രീകളോട് ഈ നാട്ടിൽ എന്ത് തരത്തിലുള്ള ഋണബദ്ധതയെ കാണിക്കാൻ സാധിക്കാം, അവരോട് എന്ത് റെസ്പോൺസിബിലിറ്റിയെ കാണിക്കാൻ സാധിക്കാം. അപ്പൊ സ്വന്തം കൂടത്തിലുള്ള വനിതകളെ പോലും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കാത്ത, സ്വന്തം പെൺമക്കളെ പോലും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകർ ഓപ്പോസിറ്റ് നിന്നിട്ട് നരേന്ദ്രമോദിയെ പോലെ ഈ ലോകം മുഴുവൻ ആരാധനയോടുകൂടി കാണുന്ന ഒരു പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിന്നിട്ട് യുദ്ധം ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവർ അഭിമാനത്തോടുകൂടി പറയാ സ്ത്രീ സംവരണ ബില്ല് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലാണ്. നാണം ഉണ്ടോ കോൺഗ്രസ്സുകാർക്ക്? നാണം സ്വൽപ്പ ഉളുപ്പുണ്ടോ? കഴിഞ്ഞ 60 വർഷക്കാലത്തോളം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരൊറ്റ തവണ പോലെ ഈ ബില്ല് പാസ്സാക്കാനുള്ള നട്ടല്ലോ ഉറപ്പോ ഒന്നും ഇല്ലാണ്ട് ഇപ്പൊ നമ്മളത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ അതിന്റെ എല്ലാ ക്രെഡിറ്റും ഏറ്റെടുക്കാൻ വന്നിരിക്കുക. എന്നിട്ട് ഈ നാട്ടിലുള്ള സാധാരണക്കാരുള്ള ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. ഇവിടെ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ 2027 നമ്മുടെ സെൻസസ് എല്ലാം എടുത്തു കഴിയുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിലെ ഒരു ഡീലിമിറ്റേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ലോക്സഭാ സീറ്റുകൾ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ സീറ്റുകൾ പിന്നെയും കുറയുക ചെയ്യാം. അതായത് ഇത്രയും കഴിഞ്ഞ 10-12 ദിവസക്കാലത്തോളം കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു. നമ്മുടെ സീറ്റൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന നാടകമാണ്. UP-യിലെയും അതുപോലെ മധ്യപ്രദേശിലെയൊക്കെ സീറ്റുകൾ കൂട്ടിയിട്ട് ഇവർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന കുതന്ത്രമാണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ പാവപ്പെട്ട മലയാളികളെ എല്ലാവരെയും പറ്റിച്ചു. ഇനി 2027 ശേഷം കിട്ടാനിരുന്ന 10 സീറ്റ് പോവുകയും ചെയ്തു, കയ്യിലിരുന്ന 10 സീറ്റ് പോവുകയും ചെയ്തു. ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, കേരളത്തിന്റെ പൊതുസമൂഹത്തെ എത്തിച്ചതിന് ശേഷം ഇവർ അഭിമാനത്തോടു കൂടി പറയും 20 ഉണ്ടായിരുന്ന സീറ്റിനെ ഞങ്ങൾ 14ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവർക്ക് ഇനി പറയാൻ സാധിക്കുക. ഈ പറയുന്ന കുതന്ത്രങ്ങളും ഈ പറയുന്ന എല്ലാ പറ്റിപ്പീര് പരിപാടികളും ഇവർക്ക് ആർക്ക് വേണ്ടിയാണ് ഇവർ കഴിഞ്ഞ കാലത്തൊക്കെയും ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരവുണ്ട്. ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, സ്ത്രീ ജനങ്ങള് മുന്നോട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നാരീശക്തി മുന്നോട്ട് വരികയാണെങ്കിൽ അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവരുടെ ഒന്നും കുടുംബവാഴ്ച നടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംവാദത്തിൽ ചെന്നിരുന്ന് ഈ കാര്യം പറഞ്ഞ സമയത്ത് എന്നോട് പറയാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഏതാ നല്ലൊരു വനിതാ ലീഡർ ഉള്ളതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയാം ഇന്ദിരാഗാന്ധി ഉണ്ടെന്ന്. അതായത് ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന ആരുടെ, നമ്മൾ കഴിഞ്ഞ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യം ഇറക്കിയില്ലേ, അതുപോലെ ഇത്തവണ ഒരു ഇന്ദിരയുടെ ഗ്യാരണ്ടി എന്നാ കൊണ്ടത്. അത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരിൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. മരിച്ചുപോയ ഒരാളോട് നമ്മൾ ഇത് ചോദിക്കാൻ പോണില്ലല്ലോ, നിങ്ങൾ തന്ന ഗ്യാരണ്ടി അല്ലേ എവിടെ പോയി എന്നുള്ളത്. അപ്പൊ മരിച്ചുപോയ ഒരാളുടെ പേരിൽ ഗ്യാരണ്ടി ഇറക്കുക, ഇതൊക്കെ വേറെ ഏത് നാട്ടിലാണ് നടക്കുക? ഇത്രയും വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങൾ വേറെ ഏത് സംഘടനയുടെ പ്രവർത്തകർ അംഗീകരിച്ചു കൊടുക്കുക? അപ്പൊ എന്റെ അടുത്ത്
പറയാം ഞങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ പവർഫുൾ ആയിട്ടുള്ള ലീഡർ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ പവർഫുൾ എന്ന് പറയുന്നത് അവരുടെ പവർഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുണ്ടായതാ, അവരുടെ കുടുംബ വാഴ്ചയിൽ നിന്നുണ്ടായതാ. അപ്പൊ അത്തരത്തിലുള്ള കുടുംബ വാഴ്ചകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തി വരുന്ന കോൺഗ്രസ് പാർട്ടിയെ പോലെ, ആം ആദ്മി പാർട്ടിയെ പോലെ ഒക്കെയുള്ള പല പാർട്ടികളും താഴെ ഇറങ്ങേണ്ടി വരും. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം കൊടുക്കേണ്ടി വരും. സ്ത്രീകൾക്ക് കൂടുതൽ അവസരം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നെന്താ പ്രശ്നം എന്നറിയോ? നമ്മളെ സംബന്ധിച്ച്, ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 33% സംവരണം സ്ത്രീകൾക്ക് കൊടുത്താൽ നമുക്ക് മത്സരിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും മത്സരിപ്പിച്ച് ജയിപ്പിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ ആർജവമുള്ള, കഴിവുള്ള ഒരുപാട് വനിതാ പ്രവർത്തകരെ മഹിളാ മോർച്ച വളർത്തിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അങ്ങനെ ആരുമില്ല. ഇവരുടെ കൂട്ടത്തിലുള്ള മുതിർന്ന നേതാക്കന്മാര് എന്തു പറയുന്നോ അത് മാത്രം കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന വനിതകളെ ഇവര് കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം 33% സംവരണം സ്ത്രീകൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇച്ചിരി പാടാ. കുറച്ച് സ്ത്രീകളെ കണ്ടുപിടിക്കണമല്ലോ, സ്ത്രീകളെ കണ്ടുപിടിച്ച് കുറച്ചുപേരെ മത്സരിപ്പിക്കണമല്ലോ, കുറച്ചുപേരെ മുന്നോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഓപ്പോസിറ്റ് ഇരുന്ന കമ്മ്യൂണിസ്റ്റിന്റെ പ്രതിനിധി എന്നോട് പറയാണ്, ഞങ്ങളുടെ നിയമസഭയിൽ 3 വനിതാ പ്രതിനിധി ഉണ്ടെന്ന്. ഞങ്ങളുടെ നിയമസഭയിൽ 3 വനിത, ഭയങ്കര എന്തോ വലിയ കാര്യം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത പോലെ പറയണേ. എത്ര മെമ്പർമാരുണ്ട് നിയമസഭയിൽ? അതിൽ 3 പേര് വനിതകളാ, അല്ലെങ്കിൽ 3 പേര് വനിതാ മന്ത്രിമാരാ എന്നൊക്കെ അഭിമാനത്തോടു കൂടി ഇരുന്ന് പറയാം. അപ്പൊ ഇത്രയും കാലം ഇവർ ഈ സ്ത്രീകളുടെ അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിൽ ഈ കണ്ട പ്രഹസനങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് ഇവർക്കപ്പൊ കൊണ്ടുവരാൻ സാധിച്ചത് വെറും 3 നേതാക്കന്മാരെ മാത്രമാണോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോഴത്തേക്കും കുറെ ആളുകൾ ലോക്സഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിലൊക്കെ ഉള്ള സ്ത്രീകളുടെ എണ്ണം എടുത്തിട്ട് വരാം. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രോസസ്സായിരുന്നു. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രസിഡന്റിനെ, ദ്രൗപദി മുർമുവിനെ പോലെ അത്രയും ശക്തയായിട്ടുള്ള ഒരു പ്രസിഡന്റിനെ നമ്മൾ മുന്നോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയെ പോലെ അത്രയും പവർഫുൾ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളൊന്നും അല്ല അവര്. വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് വളരെ കഷ്ടതകൾ അനുഭവിച്ച് പഠിച്ചു വളർന്ന് ഈ നിലയിലെത്തിയൊരു സ്ത്രീയാണ് അവർ. അപ്പൊ ഒരു തരത്തിലുമുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പവർഫുൾ ബാക്ക്ഗ്രൗണ്ടുകൾ ഇല്ലാത്ത സ്ത്രീകളെ പഠിപ്പിക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കാനും വരെ സാധിച്ച ഒരു സംഘടനയുടെ പേരാണ് NDA. ആ NDAയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇവർ പറയുന്നത് 33% സംവരണം നമ്മൾ കൊണ്ടുവരുന്നത് ഈ നാട്ടിലെ സ്ത്രീകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നിട്ട് ഇതൊന്നും അറിയാതെ ഈ പൊട്ടനാട്ടം കാണുന്നത് പോലെ ഇവർ പറയുന്നതെല്ലാം അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്ന് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുക. ഇതൊക്കെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നാടകം, നമ്മളിതിലൊന്നും വീഴരുതെന്ന്. സത്യം, നമ്മളിതിലൊന്നും വീഴരുത്. 2027 കഴിയുമ്പോൾ കാണാം, നമ്മളിതിലൊന്നും വീഴാതെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 20 സീറ്റും പോയിട്ട് 14 സീറ്റിലേക്ക് താഴെ വരുമ്പോൾ അപ്പോഴും പറയണം മോദിയുടെ കാവ്യവൽക്കരണമാണ്. നമ്മൾ ഈ NEP കൊണ്ടുവന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു, ഞങ്ങൾ ഇത് അംഗീകരിക്കില്ല, കേരളത്തിൽ ഇത് നടപ്പാവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കേരളത്തിൽ NEP വരില്ലേ? NEP നടപ്പിലാവില്ലേ? ഇവിടെ PM ശ്രീ പദ്ധതി വന്നു. PM ശ്രീ പദ്ധതി വന്നപ്പോൾ പറഞ്ഞു, ഇതൊക്കെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാവം. സംഘപരിവാറിന്റെ കാവ്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ കാണിക്കണമെങ്കിൽ ഈ പറയുന്ന NEPയുടെയും PM ശ്രീ പദ്ധതിയുടെ ഒന്നും ആവശ്യമില്ല. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായെന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ വർഷമായാലോ പറയാൻ തുടങ്ങിയിട്ട്. ഒരൊറ്റ പള്ളിക്കൂടം കേരളത്തിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ പണിതതോ അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരൊറ്റ പള്ളിക്കൂടം. എത്ര വിദ്യാനികേതന്റെ സ്കൂൾ ഈ നാട്ടിലുണ്ട്, ഈ ഭാരതത്തിലുണ്ട്, വിദ്യാഭാരതിയുടെ കീഴിൽ. ആ സ്കൂളുകളെല്ലാം നടത്തുന്നത് RSS ആണ്. ആ സ്കൂളുകൾ മാത്രമല്ല, വിദ്യാഭാരതിയുടെ കീഴിൽ ഒരുപാട് കോളേജുകളുണ്ട്. അപ്പൊ RSSന് ഭാരതത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങോട്ട് കാവ്യവൽക്കരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ NEPയുടെയും PM ശ്രീ പദ്ധതിയുടെ ഒന്നും ആവശ്യമില്ല. ഈ നാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് അതുകൊണ്ട് ഉപകാരം കിട്ടുക. അതിനെ തടങ്കലിടാൻ ശ്രമിച്ചു. നമുക്കറിയാം, CAA വന്ന സമയത്ത്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്ന സമയത്ത് ഇവരെല്ലാവരും പറഞ്ഞു, CAA വന്നത് അത് ആരും അംഗീകരിക്കരുത്. CAA വന്നത് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവിടുന്ന് പലായനം ചെയ്യിപ്പിച്ച് അവരൊക്കെ ഓടിപ്പിച്ചിട്ട് ഇവിടെ ഹിന്ദു രാഷ്ട്രം പണിയാൻ വേണ്ടിയിട്ടാണ് CAA വരുന്നതെന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരെ കൊണ്ടില്ലാത്ത കലാപമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടാലേ. എത്ര വലിയ റാലികളാണ് ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ നടത്തിയത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? CAA വന്നില്ലേ? ഇവിടെ CAA നടപ്പിലാക്കിയേ ഇല്ല എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് ഇവിടെ CAA വന്നില്ലേ? CAA വന്നതിന് ശേഷം ഭാരതത്തിലുള്ള ഏതെങ്കിലും ഒരു പൗരന്
അവരവന്റെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളെ കണ്ടുപിടിക്കാനും അവരെ ഭാരതത്തിൽ നിന്ന് അകറ്റി നിർത്താനും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് CAA പോലെയുള്ള ബില്ലുകൾ നമ്മൾ പാസ്സാക്കിയത്, അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ കൊണ്ടുവന്നത്. അപ്പൊ രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ദേശീയ ബോധമുള്ള ഒരു വലിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് എന്തൊക്കെ പദ്ധതികൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം തടങ്കലിട്ടിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഫണ്ട് ചെയ്യുന്നത് ആരാ? ഈ നാട്ടിൽ തഴച്ചു വളരുന്ന തീവ്രവാദ ശക്തികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയത, വന്ദേ മാതരം, ഭാരതമാതാവ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഭാരതമാതാവിന്റെ ചിത്രം കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. വന്ദേ മാതരം ഫുള്ള് പാടണം എന്ന് പറയുമ്പോൾ അപ്പോഴും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ജനഗണമനയ്ക്ക് ശേഷം നമ്മളൊരു ഭാരത് മാതാ കി ജയ് വിളിച്ച് എഴുതണമെങ്കിൽ അപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടാവും. നമ്മുടെ ഭാരതമല്ലാതെ മറ്റ് ഏത് രാജ്യമാണ് സ്വന്തം രാജ്യത്തിന് സ്ത്രീ സങ്കല്പം നൽകി ആദരിക്കുക അല്ലെങ്കിൽ പൂജിക്കുക? വേറെ ഏത് രാജ്യത്തിന് അത് ചെയ്യാൻ സാധിക്കാം? ഭാരതത്തിന് ഒരു വലിയ പാരമ്പര്യം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സ്ത്രീകളെ എല്ലാ കാലത്തും ബഹുമാനിക്കുകയും ആദരിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. ഇവിടുത്തെ നദികളെ, ഇവിടുത്തെ പർവ്വതങ്ങളെ, ഈ ഭൂമിയെ, ഈ മണ്ണിനെ എന്ന് വേണ്ട സകലതിനെയും, എല്ലാത്തിനെയും, ഈവൻ പശുവിനെ പോലെയും അമ്മയായിട്ട് കണ്ടിട്ട് നമ്മൾ ആദരിക്കുന്നത് അതൊന്നും കുറച്ചിലൊന്നുമല്ല. ഇതിനെല്ലാം സ്ത്രീ സങ്കല്പം നൽകി, ഒരു രാജ്യത്തിന് തന്നെ സ്ത്രീ സങ്കല്പം നൽകി അതിനെ ആദരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്ത്രീകളെ അത്രമേൽ നമ്മൾ ആദരിക്കുന്നു, അത്രമേൽ പവിത്രരായി കാണുന്നു എന്നുള്ളതല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഭാരതത്തിൽ ചവിട്ടി നിന്നിട്ടാണ് ഇന്ന് ഭാരതത്തിലെ സ്ത്രീകൾക്ക് കിട്ടേണ്ടിയിരുന്ന ആ 33% സംവരണം ഇവര് തച്ചുടച്ചത്. ആ 33% സംവരണം തച്ചുടച്ചിട്ട് മാറി നിന്നിട്ട് ഞങ്ങൾ NDA ഗവൺമെന്റിനെ തോൽപ്പിച്ചേ, ഞങ്ങൾ നരേന്ദ്രമോദിയെ തോൽപ്പിച്ചേ എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കുന്ന കോൺഗ്രസ്സുകാരാ കമ്മ്യൂണിസ്റ്റുകാരാ. നിങ്ങളുടെ ചിരിക്ക് ഒരുപാട് നാളെ ആയുസ് ഉണ്ടാവില്ല. 2027 സെൻസസ് എടുത്ത് കഴിയുന്നത് വരെ നിങ്ങളുടെ ഈ ചിരിക്കൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ. ആ ആയുസ് തീരുന്നത് വരെ നിങ്ങൾ എത്ര വേണമെങ്കിലും ചിരിച്ചോളൂ, എത്ര വേണമെങ്കിലും ആഘോഷിച്ചോളൂ. ഈ 33% സംവരണം ഈ ഭാരതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിലെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെയും മഹിളകളായിട്ടുള്ള പ്രവർത്തകർ, ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് എത്ര വലിയ പോരാട്ടം നടത്തേണ്ടി വന്നാലും ഞങ്ങളത് നടത്തും. ഞങ്ങൾ ആ 33% സംവരണം കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.